നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും ശക്തരായ സൈനിക ശക്തികളായി ഇസ്രയേലിനെയും ഇറാനെയും നിസ്സംശയം വിശേഷിപ്പിക്കാം. ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തികളില്ല, പ്രകൃതി വിഭവ മേഖലകളൊന്നും തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നുമില്ല. എന്നാൽ ഇന്നത്തെ ലോകം ഭയക്കുന്ന ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നിലേക്ക് പോകുകയാണ് നമ്മൾ. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കാമെന്ന് സ്ഥിരീകരിക്കാത്ത നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ലോകം ആശങ്കയോടെ ഈ തീക്കളിയെ ഉറ്റുനോക്കുകയാണ്. ഇറാനിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് വഴി തുറന്നുകൊടുത്തത് മൊസാദിന്റെ അതീവ രഹസ്യമായ നീക്കങ്ങൾ തന്നെയാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയിൽ ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഇറാനകത്ത് നുഴഞ്ഞുകയറിയാണ് നിർണായകമായ ഓപ്പറേഷനുകൾ നടത്തിയത്. സാധാരണയായി ഇത്തരം ദൃശ്യങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടാത്ത മൊസാദ് തങ്ങളുടെ രഹസ്യ ദൗത്യങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നഥാൻസ് ആണവ നിലയം ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് ഊറ്റം പറഞ്ഞ ഖമനേയിക്ക് മൊസാദ് മറുപടി കൊടുത്തത് ഇപ്പോഴത്തെ ദൃശ്യങ്ങളും പഴയ ചിത്രങ്ങളും ലോകത്തിനു മുന്നിൽ പങ്കുവച്ചാണ്. ഇപ്പോഴും പുകച്ചുരുളുകൾ അണയാത്ത നടാൻസിൽ ആണവ വികിരണം സംഭവിച്ചോ എന്നുള്ള ഭയം കൂടി ഇപ്പോൾ പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മൊസാദ് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്ന ആയുധങ്ങളും ഡ്രോണുകളും ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഡ്രോൺ താവളം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഇറാനിലെ പ്രധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ക്രിയമാക്കാൻ ഉതകുന്നതായിരുന്നു. മൊസാദ് ഏജന്റുമാർ ഇരുട്ടിന്റെ മറവിൽ മധ്യ ഇറാനിലേക്ക് നുഴഞ്ഞുകയറി. സൈനിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇവർ ശേഖരിച്ചു. ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് റഡാർ സംവിധാനങ്ങളെയും S-300 വ്യോമ പ്രതിരോധ ബാറ്ററികളെയും നിർവീര്യമാക്കി. ടെഹ്റാൻ അടുത്തുള്ള മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ കൃത്യമായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ദൗത്യം ഇസ്രയേൽ വ്യോമസേനയ്ക്ക് 100-ലധികം ഏകോപിത ആക്രമണങ്ങൾ നടത്താൻ വഴിയൊരുക്കിയെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400 പോലും മൊസാദിന്റെ മുൻപിൽ നിഷ്ക്രിയമായി. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ ലോങ് റേഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനമാണ് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400. S-300, ബവാർ 373 തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ വ്യോമാതിർത്തി സംരക്ഷിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടായിരുന്നു. പക്ഷേ മൊസാദിന്റെ മുന്നൊരുക്കങ്ങൾ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പാണെന്ന് ഇറാൻ കൊട്ടിഘോഷിച്ചതാണ് പുതുതായി രൂപകൽപ്പന ചെയ്ത മിസൈൽ വേധ സംവിധാനമായ സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേധ സംവിധാനമാണ് ഇത്. ക്രൂസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം സഹായകമാകുക എന്ന് ഇറാൻ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ അമീർ ഖാദിർ റഹീംസാദ അന്ന് പറഞ്ഞിരുന്നു. 4 വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ 12 മിസൈൽ വേധ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. ദക്ഷിണാഫ്രിക്കയുടെ ഉംഖോണ്ടോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യമുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. 360 ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായത്ത് 1400 പ്രവർത്തിക്കുന്നത്. റഷ്യൻ മിസൈൽ വേധ സംവിധാനമായ പാൻസറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം രൂപപ്പെടുത്തിയതെന്നും പറയുന്നു. ഏതായാലും പുറമേ നിന്നുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾക്കൊന്നും രാജ്യത്തിനകത്തു നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇന്നലെ ലോകം കണ്ടത്. മൊസാദ് ഏജന്റുമാർ ഇറാൻ അകത്ത് സ്ഥാപിച്ച ഡ്രോൺ താവളങ്ങളും കടത്തിക്കൊണ്ടുവന്ന കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നേരിട്ട് ലക്ഷ്യം വെച്ച് തകർത്തെറിഞ്ഞു. മൊസാദ് റഡാർ സംവിധാനങ്ങളെ നിഷ്ക്രിയമാക്കിയത് ഇസ്രയേലി വിമാനങ്ങൾക്ക് എളുപ്പത്തിൽ ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ വഴിയൊരുക്കി. റഡാർ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രയേൽ വിമാനങ്ങളെ കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇസ്രയേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത്. ടെല്ലവീവിലെ വിവിധയിടങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേലി പ്രതിരോധ ആസ്ഥാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ 150ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രയേലിന്റെ 2 F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു.
ലോക്ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനമാണ് വെടിവെച്ചിട്ടത് എന്ന് ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. വനിതാ പൈലറ്റിനെ പിടികൂടിയതായും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. എന്നാൽ ഇറാൻ സേന ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല അഥവാ കഴിഞ്ഞിട്ടില്ല. ഇറാനിലെ ഇസ്രയേൽ ആക്രമണത്തിന് ചിത്ര തെളിവുകൾ അടക്കമുണ്ട്. പക്ഷേ ഇറാൻ അവകാശപ്പെടുന്നതിന് സമാനമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് 2 യുദ്ധവിമാനങ്ങൾ എവിടെ തകർന്നു വീണു എന്ന് പോലും ഇറാന് വിശദീകരിക്കാനും കഴിയുന്നില്ല. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയും മറികടന്നാണ് ഇറാൻ തിരിച്ചടിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തകർക്കുന്നതിന് ഇസ്രയേലിന്റെ കൈവശമുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ശത്രുവിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം ചെയ്യുന്നത്. റോക്കറ്റുകൾ, മോർട്ടാറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയൺ ഡോമിന് കഴിയും. ടെലവീവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രയേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇറാനെതിരായ സൈനിക നടപടി ഇസ്രയേൽ തുടങ്ങിയത്. ഇറാന്റെ ആണവ പദ്ധതികൾ തടയുകയായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ആണവായുധം ഉണ്ടാക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇറാൻ അടുത്തുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി, സൈനിക മേധാവി മുഹമ്മദ് ബഖേരി തുടങ്ങിയ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. 2 രാജ്യങ്ങളുടെയും സൈനിക ശേഷി പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ശക്തികളും ദൗർബല്യങ്ങളുമുണ്ട്. ഇസ്രയേലിന് സാങ്കേതിക വിദ്യയിലും വ്യോമസേനയിലും വ്യക്തമായ ആധിപത്യമുണ്ടെങ്കിൽ ഇറാൻ അതിന്റെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ ശേഖരത്തിലും മനുഷ്യശക്തിയിലും ഏറെ മുന്നിലാണ്. ഈ 2 ശക്തികളും തമ്മിലുള്ള ഏതൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടലും പ്രവചനാതീതവും മധ്യപൂർവ്വ ദേശത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കും. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ US-ഉമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ US-ഉമായുള്ള ചർച്ച അർത്ഥശൂന്യമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖി പ്രതികരിച്ചു. ഇറാനെതിരായ ആക്രമണത്തിൽ US ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയാണെന്നും US അനുമതിയില്ലാതെ ഇസ്രയേൽ ആക്രമണം നടത്തില്ല എന്നും ബാഖി ആരോപിക്കുന്നു. ഇത്തരം പ്രസ്താവനകൾക്കൊപ്പമാണ് ഇറാൻ. നെതന്യാഹു ഇസ്രയേൽ വിട്ടതായി റിപ്പോർട്ടെന്ന് പോലും ഇറാൻ പറയുന്നുണ്ട്. ഇദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നും നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സിയോൺ 2 ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടുമെന്നു എന്നുമെല്ലാം അവകാശപ്പെടുന്നു. എന്നാൽ നെതന്യാഹു ഇപ്പോഴും ഇസ്രയേലിൽ തന്നെയുണ്ട്. ഇറാനിലെ ആക്രമണങ്ങൾ അദ്ദേഹമാണ് ഏകോപിപ്പിക്കുന്നതും. ഇരുപക്ഷത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും വ്യോമസേന തുടർച്ചയായി തകർത്തു വരികയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ടെലവീവിലും ജെറുസലേമിലുമാണ് ഇറാൻ ആക്രമണം കൂടുതൽ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണമുണ്ടായി. ഇറാന്റെ ആക്രമണത്തിനിടെ ചില മിസൈലുകൾ ജെറുസലേമിൽ പതിച്ചിട്ടുമുണ്ട്. അത് നാശനഷ്ടവും ഉണ്ടാക്കി എന്നതാണ് വസ്തുത. ഇതിനപ്പുറം ഇറാൻ പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ പറയുന്നു. ഇറാനിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുകയാണെന്നും IDF അറിയിച്ചു. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി ഇസ്രയേൽ ഇറാനിൽ അതിശക്തമായ ആക്രമണമാണ് വ്യാഴാഴ്ച രാത്രിയിലും ശനിയാഴ്ച പുലർച്ചെയുമായി നടത്തിയത്. വലിയ നഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ ഇറാന് ഉണ്ടായിട്ടുമുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.